ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. LGS, LDC പരീക്ഷകളിൽ ചോദിക്കാവുന്ന പ്രതീക്ഷിത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള വസ്തു ഏതാണ്? വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള രാസവസ്തു ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്ത ഫോസ്ഫറസ് ആണ് വെളുത്തുള്ളിയുടെ മണമുള്ള രാസവസ്തു എന്ന് പറയുന്നത്. കറൻസികളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇന്ത്യൻ കറൻസിയിൽ മൂല്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര ഭാഷയിൽ ആണ്? 17 ഭാഷയിൽ ആണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ ആണ്. ജനീവ. സ്വകാര്യ സംരംഭകരെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി, സ്വകാര്യ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള ഏക അന്തർ സംസ്ഥാന സ്ഥാപനമാണ് അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ. അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ. ദശാംശ നാണയ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം. ദശാംശ നാണയ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1957 ആണ്. 1957. പ്ലാനിങ് എന്ന ആശയം ഇന്ത്യയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? പ്ലാനിങ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. വ്യവസായ ആവശ്യങ്ങൾക്കായി ധനസഹായം നൽകുന്ന ബാങ്ക്. വ്യവസായ ആവശ്യങ്ങൾക്കായി ധനസഹായം നൽകുന്ന ബാങ്ക് IDBI ആണ്. IDBI. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി ഡി കുബർട്ടിൻ ആണ്. പിയറി ഡി കുബർട്ടിൻ ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്. ജസ്പാൽ റാണെ, അഞ്ജലി വേദ് പാഠക് എന്നിവർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജസ്പാൽ റാണെ, അഞ്ജലി വേദ് പാഠക് എന്നിവർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ്. പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗോൾഫ് കളിയുമായി ബന്ധപ്പെട്ട കായിക ഇനമാണ്. ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്ന വർഷം. ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം 1975 ആണ്. 1975 ആണ്. ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് 1975 ആണ്. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാണ്? ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ചലച്ചിത്ര താരം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ചലച്ചിത്ര താരം MGR ആണ്. MG രാമചന്ദ്രൻ. ഫ്രഞ്ച് ഗവൺമെന്റ് നൽകുന്ന ഷെവലിയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര താരം. ഷെവലിയർ പുരസ്കാരം ഫ്രഞ്ച് ഗവൺമെന്റ് നൽകുന്ന ഷെവലിയർ പുരസ്കാരം നേടിയ ആദ്യ ചലച്ചിത്ര താരം ആരാണ്? ശിവാജി ഗണേശൻ ആണ്. ശിവാജി ഗണേശൻ. നാഷണൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ആണ്. നാഷണൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ബാലൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ബാലൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് S. നൊട്ടാണി ആണ്. S. നൊട്ടാണി. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ബേൺ ആണ്. ചമ്പാരൻ ഏത് സംസ്ഥാനത്തിലാണ്? ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ക്രിക്കറ്റിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ക്രിക്കറ്റിന്റെ ജന്മനാട് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് രൂപം കൊണ്ടതെന്ന്? ICC. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് രൂപം കൊണ്ടത് എന്ന്? 1924. റോബിൻസൺ ക്രൂസോ
എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഡാനിയൽ ഡീഫോ. തിരുക്കൊച്ചിയിൽ ശ്രീ ചിത്ര തിരുനാൾ വഹിച്ചിരുന്ന പദവി രാജപ്രമുഖ് ആണ്. ആദ്യ ഒളിമ്പിക്സ് നടന്നത് എന്ന്? ആദ്യ ഒളിമ്പിക്സ് നടന്നത് BC 776 ആണ്. ആദ്യ ഒളിമ്പിക്സ് നടന്നത് BC 776. കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിളിച്ചത് അൽബറൂണി ആണ്. കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിശേഷിപ്പിച്ചത് അൽബറൂണി ആണ്. ദൂരത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ദൂരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല ആണ്. ആംഗല സാമ്രാജ്യം രചിച്ചത് ആര്? ആംഗല സാമ്രാജ്യം രചിച്ചത് ആര്? AR രാജരാജവർമ്മയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പുസ്തകം രചിച്ച ആരാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി ആണ്. കൊച്ചി മേജർ തുറമുഖമായത് എന്ന്? കൊച്ചി ഒരു മേജർ തുറമുഖമായത് എന്ന്? 1936 ആഗസ്റ്റ് 17. 1936 ആഗസ്റ്റ് 17. ജാമിതിയുടെ പിതാവ് ആരാണ്? ജാമിതിയുടെ പിതാവ് യൂക്ലിഡ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ് ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത്. അഗ്നിക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന മതവിഭാഗം പാഴ്സികൾ ആണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ലഘു യുദ്ധവിമാനം തേജസ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലഘു യുദ്ധവിമാനമാണ് തേജസ്. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.